എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാട്ടിൽ വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ വിശ്വാസ ജീവിത പടകിൽ ഞാൻ പാട്ട്. ആ പാട്ടിന്റെ അനുഭവം അറിയാമോ? ആ പാട്ട് എഴുതാൻ കാരണമായ അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് കേൾക്കാം. പറയൂ ഡാഡി ആ പാസ്റ്ററിന്റെ അനുഭവം. ഓക്കെ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു എന്ന ആത്മീയ ഗീതത്തിന്റെ പശ്ചാത്തലമാണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനുശേഷം ഞങ്ങൾ ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ പാട്ട് ഫെബിക്ക് അറിയാമോ? എങ്കിൽ നമുക്ക് ആ പാട്ട് രണ്ടുപേരും പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ, വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. ഓക്കെ. 1966 അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ജോർജ് പീറ്റർ എന്ന് പറയുന്ന സഹോദരൻ ദേവദാസൻ അദ്ദേഹം തന്റെ സ്വന്തം സഭയിൽ വർഷങ്ങളോളം അദ്ദേഹം പ്രവർത്തിച്ചു. മാത്രമല്ല സുൽത്താൻ ബത്തേരി, വയനാട് മലയിടുക്കുകളിലും പട്ടണങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക പ്രകാശമനുസരിച്ച് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1971 നവംബർ ഒടുവിൽ കൊല്ലങ്കോട്ട് നിന്നും അദ്ദേഹം ചിറ്റൂരിലേക്ക് താമസം മാറ്റി. ജോർജ് പീറ്റർ എന്ന് പറയുന്ന ദേവദാസൻ ആ ചിറ്റൂരിലേക്ക് താമസം മാറ്റിയ അദ്ദേഹം അവിടെ അനേക ആൾക്കാർ, ഹിന്ദുവിൽ മുസ്ലിങ്ങൾ, അപ്പോൾ തന്നെ റോമൻ കത്തോലിക്കാരായ അനേക ആൾക്കാർ താമസിച്ച പാർത്ത ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഏറെ നാൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏകദേശം 60-ലധികം ആൾക്കാർ, മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ഹിന്ദുക്കളായിക്കൊള്ളട്ടെ, കത്തോലിക്ക വിഭാഗത്തിലായിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ചിറ്റൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞപ്പോൾ 1980 അപ്രതീക്ഷിതമായി ആ സഭയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കത്തോലിക്കക്കാരും കൂടി വന്ന താൻ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്ന ആ കൂടിവരവിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു. അനേകർ വിശ്വാസം വിട്ട് പോകുവാൻ തയ്യാറായ കാലയളവിൽ അദ്ദേഹം വളരെ ആത്മാക്കളെക്കുറിച്ചുള്ള ദാഹമുള്ള ആ ദേവദാസന് ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായി. ആ സംഭവത്തിൽ കൂടി, ആ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ഏകദേശം അദ്ദേഹത്തിന് 39 വയസ്സുണ്ടായിരുന്നു. ആ കാലയളവിൽ, ആ സാഹചര്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ താൻ പാടി തന്റെ ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ആശ്വാസത്താൽ നിറഞ്ഞ വരികളാണ് ഇന്ന് നാം കേൾക്കുന്ന വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു എന്ന് പറയുന്ന ഗാനം. ഈ സാഹചര്യമാണ് ഈ ഗാനം പിറവികൊള്ളുവാൻ ഇടയായി തീർന്നത്. ആ പാട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു.